അപ്പൊ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മുടെ നെയിലിറ്റിന്റെ ക്രിയേറ്റീവ് പാർട്ടിന്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഫോട്ടോഷൂട്ടാണ്. നമ്മൾ കുറേയൊക്കെ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് കുറേ ഐഡിയാസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ചേർന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. അതെ. സോ നമ്മൾ കാക്കനാടുള്ള ഒരു സ്റ്റുഡിയോയിലാണ്. എൻ്റെ ഫുൾ ടീം, എൻ്റെ അമ്മ സൂപ്പർ ആ ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹലോ ഗൈസ്. നമ്മളിപ്പോ കുറേ നാള് കൂടിയിട്ട് അന്നത്തെ ആ ഷോയ്ക്ക് ശേഷം ഇപ്പൊ നമ്മള് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അയ്യോ കല്ല് വരുത്. കല്ലുമാണ് ഇന്ന് ഫുൾ എല്ലാരും അസിസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് അമൽ ആൻഡ് ദിസ് ഇസ് ഡൊമിനിക്. ഇവർ രണ്ടുപേരും ആയിരുന്നു എൻ്റെ അമ്മ സൂപ്പറയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര്. അപ്പൊ തുടങ്ങുന്ന ഞാൻ എൻ്റെ കരിയറിൻ്റെ ഫെസ്റ്റിവൽ ഞാൻ എൻ്റെ ഫേസ് മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഇൻ കേസ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആഡ് ഷൂട്ട് എന്നൊക്കെ പോയാലും ഞാൻ ഇങ്ങനെ കുറേ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ മതിയെ, ഓവറാക്കരുത്, ഫേസിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സജഷൻസും കൊടുക്കാതെ എനിക്കിങ്ങനെ പോയി സമാധാനത്തോടെ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എത്രത്തോളം സമാധാനം ഉണ്ടോ അതുപോലെ ഇരിക്കാൻ പറ്റിയ ഒരു ആളാണ് അമലു. അമലു ഇങ്ങനെയാണേ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഞാൻ എങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്തത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് ചെയ്തു തരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് കിട്ടാനില്ല. എന്ത് ചെയ്യാൻ, എപ്പോൾ വിളിച്ചാലും ഞങ്ങളിപ്പോൾ ഈ 1 ഇയറിനിടയ്ക്ക് ഞാൻ എത്ര ഷൂട്ടിന് വിളിച്ചു, എപ്പോഴും ബിസി. അതുപോലെ തന്നെ കേട്ടോ ഡൊമിനിക്കിനോട് ഇതല്ലേ. ഡൊമിനിക്ക് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ നമ്മുടെ പ്രോഗ്രാമിന്റെ സമയത്താണ്. പക്ഷെ നമുക്ക് ചില ആൾക്കാരോട് ഒരു പെട്ടെന്ന് സിങ്ക് ആവുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് സിങ്കായ ഒരു ഗ്രൂപ്പായിരുന്നു നമ്മുടെ എൻ്റെ അമ്മ സൂപ്പർ ഗ്രൂപ്പ്. അതാ ഞാൻ പറഞ്ഞ ഒരു കോർണർ ആണെങ്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചെടുക്കുമ്പോ വേറെ ഡ്രസ്സ് അല്ലേ? വേറെ ഡ്രസ്സ് ഗ്രീൻ ഐഡിയ. ഇത് മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ കോസ്റ്റ്യൂം. ആക്ച്വലി നമ്മൾ 6 ചേഞ്ചസ് ആ ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ ആയിട്ടുള്ളൂ. ഒട്ടും ട്രൈ ചെയ്യാത്ത കുറെ സ്റ്റൈൽസ് ആണ് ചെയ്യുന്നത്.
എന്താ ഈ ഇങ്ങനത്തെ സ്റ്റൈൽ എന്താ പറയാ ഡമ്മിക്ക്? ഫങ്കി സ്റ്റൈലുകൾ ഞങ്ങൾ അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് മുടി കാണിച്ചിട്ട് ഇങ്ങനെ പോട്ടെ. ശരി ശക്തി മയക്കോടും അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ക്യാമറ വന്ന് എന്റെ ബാക്കിലേക്ക് വന്നേക്കണം. ഇവിടെ ഓക്കെ എടുക്കണം. ഓക്കെ റെഡി. മാസ്റ്റർ ടിൻഡുമോൻ കല്ലുമാണ് എന്റെ ഇന്നത്തെ എന്താണ് കോസ്റ്റ്യൂം ഹെൽപ്പർ അസിസ്റ്റന്റ്. പിന്നെ എന്റെ പോസ് പറഞ്ഞു തരുന്ന ആള്, ലൈറ്റ് ആൻഡ് സൗണ്ട്, കൊറിയോഗ്രാഫർ എല്ലാം. അടിപൊളി. ഇത്ര നേരം ഉറങ്ങിക്കോട്ടെ പാവം. എന്താ പറയാ, ഞാൻ അങ്ങനെ പറയണ്ട. നമുക്ക് പോയി കല്ലൂരെ വിളിക്കാം. എന്താ എക്സ്പ്രഷൻ നോക്കേ. പിന്നോ ചേട്ടാ നല്ല ഉറക്കാടാ, ഉറങ്ങിക്കോട്ടെ. ഇത് കഴിഞ്ഞ് ഇനി ഒരു കോസ്റ്റ്യൂം കൂടെ ഉള്ളൂ. സാരി ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ഇല്ലാതിരുന്ന ഒന്നാണ്. ഏതോ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഈ മെൻഷന് ഞാൻ സാരി ഉടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സിസ്റ്ററിന്റെ സാരിയും ബ്ലൗസൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഉടുപ്പിച്ചതാണിത്. ഇങ്ങനെയുണ്ട്, ഡിഫറെന്റ് ലുക്ക് കിട്ടി. ശരിയാ, ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഫസ്റ്റ് ടൈം ആയിടുന്നേ. Let's see. നല്ല ഫോട്ടോ അല്ലേ ഇത് അമലു? സത്യം പറയട്ടെ, ഞാനും അമലും ഇപ്പൊ എത്ര നാളെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടേ ഇല്ല. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. അതെ, കൊള്ളാം, അടിപൊളി. നമ്മുടെ ഫോട്ടോഷൂട്ട് തീരാറായി. പണ്ടൊരു കാട്ടിലെത്തി. കല്ലു കാണണം. കുഞ്ചിന് കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നോ. ഫേസ് ചെയ്യുക, ഇങ്ങനെ വരിക, എന്നിട്ട് ഐബോൾ ഈ ഒരു ലെവലിൽ കൊടുത്താൽ മതി. ഡിഫറെന്റ് ലുക്ക് തന്നെയല്ലേ എല്ലാം തകർത്തിട്ടുണ്ട്. ചേച്ചിനെ എന്ത് കാണാത്ത രീതിയിൽ എന്തായാലും അടിപൊളി. കഴിഞ്ഞില്ലേ നമ്മുടെ പരിപാടി? ഹെൽപ്പ് ചെയ്ത രണ്ടുപേരാണ്. നമുക്കിവിടെ സ്റ്റുഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം എന്ന് വെച്ചാൽ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ കം, ക്യാമറ കം, ട്രാൻസ്പോർട്ടേഷൻ കം എല്ലാം സ്പെഷ്യൽ താങ്ക്സ് ടു ടൈനി ടേർട്ടിൽ. ഇന്നത്തെ ഫുൾ ഡേ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രോപ്സും ഫെസിലിറ്റീസും ഒക്കെ തന്ന് ഈ ഒരു സ്റ്റുഡിയോയിൽ അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പൊ താങ്ക്സ് ടു ടൈനി ടേർട്ടിൽ ഓൾസോ ആൻഡ് ടീം, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. മേ ബി ലോഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഔട്ട് ആവുക. എന്താണ് സംരംഭം എന്താണെന്നൊക്കെ ഇവരൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഔട്ട് ആവുക. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇനി കാണും. താങ്ക് യു ഡോക്ടർ. കൂട്ടത്തിലുണ്ടല്ലോ. അതെ, സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.